ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമ്മൂസ്. ഞാൻ ഷമീസ്. ഇന്ന് ഓഫർ ഒന്നുമില്ല കേട്ടോ. ഇന്ന് വെറുതെ നിങ്ങളൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചു. കുറേ ദിവസം ഈ ഓഫറിൻ്റെ മേലെ ഉറക്കമില്ല ഓണുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓടാൻ തുടങ്ങിയിട്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ ഫോണാ വീഡിയോയിൽ ഞാൻ പറയുന്നതേ ഒരാളും കേൾക്കുന്നില്ല. നല്ല ഫോണാണ്, എനിക്കൊരു ആവശ്യമില്ലാത്ത ഫോൺ. അതായത് നമ്മൾ ഓൾറെഡി എത്രയോ തവണ പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു ആ ട്രൗസർ കിട്ടുക, ആ ട്രൗസർ കുറച്ചും കൂടി ഇറക്കുമോ, ആ ടോപ്പുകൾ കുറച്ചും കൂടി ഇറക്കുമോ. മക്കളെ, അതൊക്കെ ക്ലിയറൻസ് സെയിലാണ്. നമ്മൾ മുമ്പേ ഉള്ള ഷോപ്പിൽ ഇറക്കിയ സാധനങ്ങൾ ഇപ്പോൾ ഷോപ്പൊന്നുമില്ല, വീട്ടിലിങ്ങനെ വെച്ച് ഓൺലൈൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ക്ലിയറൻസ് സെയിൽ ചെയ്ത സാധനങ്ങളാണ്. ഇനി ഞങ്ങൾക്കത് ഹോൾസെയിൽ എടുക്കാൻ പോയി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്ന വിലയ്ക്ക് ഞങ്ങൾക്ക് ഹോൾസെയിൽ പോലും കിട്ടൂല. മനസ്സിലായോ? അപ്പോൾ അതിനി ചോദിക്കേണ്ട, അത് കഴിഞ്ഞു. ഇൻഷാല്ലാ ടോപ്പുകളുണ്ട്, എനിക്കത് ഇടാൻ ടൈം കിട്ടിയിട്ടില്ല. നമ്മൾ നെയ്റ്റിക്ക് നല്ല ഓർഡറാണ്. അൽഹംദുലില്ലാ, ഡെയിലി 100 പീസ് എന്ന് പറഞ്ഞ പോലെ പന്നത്തെ അതിന് ശേഷം നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ആ നെയ്റ്റിയെ പറ്റിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടിട്ട് നമ്മളെ കയ്യിൽ ഇറക്കിയിട്ടല്ല ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഹോൾസെയിലിന് ഫോട്ടോ ഇട്ടിട്ട് ഓർഡർ പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ അവർ ഓരോ പീസോ 2 പീസോ 10 പീസ് പോലും അവർ അയക്കില്ല. ഈ 50, 100 ആകുമ്പോഴാണ് എനിക്ക് കിട്ടുക. അത് 1-2 ഡേയ്സ് കൊണ്ട് ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ആളുകൾ വാങ്ങുന്നുണ്ട്. അത് എന്നിട്ട് ഇവിടെ വന്നിട്ട് പാക്ക് ചെയ്ത് അയക്കുന്ന ആ ഒരു തിരക്കുണ്ട്. അപ്പോൾ ഇന്ന് ഓഫർ ഇടാത്തതിന് കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ കിഡ്സ് ജീൻസിന് ഓഫർ ഇട്ടു അല്ലേ? ഓഫറല്ല, വെറുതെ തന്നു തന്നെ പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ പറയൂല. 630 എടുത്ത ജീൻസ് അടക്കം ഞാൻ 500 അതിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. ഹോൾസെയിൽ 630 എടുത്തത്. മനസ്സിലായോ? പക്ഷെ എന്നിട്ടും ആളുകൾക്ക് അതിനെപ്പറ്റി അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നു. ഇനിയും കുറക്കോ ചോദിച്ച് വന്നവർ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കോള് അതന്നെ. അപ്പം ഇങ്ങനെ എന്നിട്ട് ഫോൺ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തിനാണ് ഇടങ്ങേറാവുകയാണ്? കാരണം ആവശ്യമില്ലാത്ത കോള്. ആവശ്യത്തിനാണെങ്കിലും ഓക്കെ, വേറെ എന്തൊക്കെയോ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഐറ്റംസാണ് ഓഫർ സെയിൽ നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട സാധനം ഉണ്ടോ ഇല്ല എന്നുള്ള താഴത്തെ കമൻറ്റിൽ നോക്കുക. അത് തീർന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കമൻറ്റിൽ ആദ്യം തന്നെ വീഡിയോ ഇട്ട ഉടനെ ഞാൻ എൻ്റെ ഗ്രൂപ്പ് ലിങ്ക് അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുക്കും. ഗ്രൂപ്പ് ലിങ്ക് ആയിരിക്കും മാക്സിമം കൊടുക്കുക. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. 1 അവറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഓഫർ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ 1 അവർ കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ ഗ്രൂപ്പ് ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരും മെസ്സേജ്. തീർന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇട്ടുകൊടുക്കും, ഇത് ഇത്ര പീസ് ഉണ്ട്, ഇത് ഇത്ര പീസ് ഉണ്ട്. നീ ഒറ്റൊരു ചോദ്യം ചോദിച്ചാൽ മതി. അതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട. 1 അവറിന് ശേഷം കാണുന്നതെങ്കിൽ ഒരുപാട് സ്ക്രീൻഷോട്ട് കൊണ്ട് വാട്സപ്പ് ഗാലറി ഇതായി കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? താത്ത, ഈ ഓഫർ വീഡിയോ കണ്ട സാധനം ഉണ്ടോ? ആ ലിങ്ക് ഒന്ന് ഇട്ടാൽ മതി. അപ്പം നോ, യെസ് ഓർ നോ, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. 1 അവറിന് മുമ്പ് കണ്ടാൽ മാത്രം, 1 അവറിന് ശേഷം കണ്ടാൽ, 1 അവറിൻ്റെ ഉള്ളിൽ കണ്ടാൽ നിങ്ങൾ ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, പിൻ ചെയ്ത കമൻറ്റ് നോക്കുക. കമൻറ്റിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ഇത് സോൾഡ് ഔട്ടായി ഞാൻ അതിൻ്റെ താഴെ ഈ വീഡിയോയിൽ കണ്ട ഐറ്റംസ് സോൾഡ് ഔട്ടായി, ഇനിയും ഇങ്ങനത്തെ ഐറ്റംസ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും നോക്കാതെ ഇപ്പോൾ നെയ്റ്റിൻ്റെ ഒക്കെ നമ്മൾ ഓരോ പീസ് ഇവിടെ സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മോനെ നോക്കാൻ മോള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല, ഇത് ഇത്രയും പീസ് എഴുതി ഉണ്ടാക്കണം, ഏത് പീസ് നോക്കി നേരെ വെച്ച് എൻ്റെ കയ്യിൽ ഇപ്പോൾ അടുക്കി വെച്ച സ്റ്റോക്ക് ഉണ്ടായിരിക്കാം. ഇതിലൊരു സ്റ്റോക്ക് ഇട്ടെ നമുക്ക് വേഗെടുത്താൽ അങ്ങോട്ടേക്ക്, അതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുക, എന്നിട്ട് ഇത്ര ഉണ്ടെന്ന് പറയും. ഇത് അതിലും കഴിയുന്നില്ല. എല്ലാം കൂടി ഇങ്ങനെ അതിനിടയിലാണെങ്കിൽ ഒലക്ക എൻ്റെ ഫോണിൻ്റെ ഗൂഗിൾ പേയും കംപ്ലൈൻ്റ് ആയി. എന്തൊക്കെയോ സംഭവിച്ച് 2 ദിവസമായി കയറി ഇറങ്ങുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറൊക്കെ കൊടുക്കുമ്പം പേയ്മെൻറ്റിൻ്റെ കാര്യമില്ല. നിങ്ങൾ തന്നൊരു സാധനമല്ലേ, അതും കണക്ക് നോക്കണം. എല്ലാം കൂടി നല്ല സീൻ. അതുകൂടി ഞാൻ ഇന്ന് എൻ്റെ മോളോട് പറഞ്ഞു, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ നെറ്റി ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തേക്ക് ഒരു 10-90 പീസ് സെയിലായിട്ട്. അൽഹംദുലില്ലാ, നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണേ. കുറച്ച് പീസും കൂടിയുള്ളൂ. അവിടെ വിളി വരുന്നുണ്ട്. ഞാൻ എയർപ്ലെയിൻ മുകളിലിട്ട് ഞാൻ കുറച്ച് നേരം ഇവർക്കായിട്ടൊന്ന് വർത്താനം പറയട്ടെ. എപ്പോൾ നോക്കിയാലും ബിസിനസ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഓഫർ ഒന്നും ഇട്ടില്ല. കുറച്ച് നേരങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുക വെച്ചിട്ട് വന്ന്. കാരണം എന്താ വെച്ചാൽ ഇതന്നെയല്ല കഥ. എപ്പം നോക്കിയാലും ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ പൈസ വാങ്ങിച്ചാൽ മാത്രം മതിയോ? ഇതൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേ? അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ വേറെ ഒന്നും കൂടി ഇട്ടാൽ പിന്നെയും കോള് വരും, അതുണ്ടോ ഇത്, അപ്പോൾ കൂടി തലക്ക് പിരാന്ത് വരും. അപ്പോൾ
കിഡ്സിൻ്റെ നിങ്ങൾ വീഡിയോ ഒന്നും കൂടി കാണാം. കിഡ്സിൽ ഇനി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. കിഡ്സിൻ്റെ പാൻറ്റും ടീഷർട്ടും ഒക്കെ ഇട്ടത് കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ കറക്റ്റ് ഇത് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടില്ല. ഇത് ഇത്ര പീസുണ്ട് ഇങ്ങനെയൊന്നും ഗ്രൂപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഇത്രയും ആൾക്കാർ നെയ്റ്റ് എടുത്തെന്ന് പറഞ്ഞില്ല, അവർ അഡ്രസ്സൊക്കെ ഒന്ന് എഴുതി വെക്കണം. കാരണം നാളെ എനിക്ക് വണ്ടി അവർ കൊണ്ടുവരും. അവർ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഓരോ പാക്കറ്റിലും അഡ്രസ്സ് അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ അത് കൊണ്ടുവന്ന പാക്കറ്റ് അങ്ങനെ ഇട്ടാൽ മതിയല്ലോ. അത്രയൊക്കെയാണ് കരുതിയിട്ട് ഇന്ന് ഞാൻ വീഡിയോ ഇടാത്ത കേട്ടോ. പിന്നെ ആരൊക്കെ എൻ്റെ സംസാരം കേൾക്കാൻ വന്നിട്ടുണ്ട്? നിങ്ങൾ വീഡിയോ കണ്ടു പോവാതെ ഓരോ കമൻറ്റൊക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിയവർക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ താഴെ കിട്ടി എന്നുള്ളൊരു മെസ്സേജ് ഇടുക. പിന്നെ ഈ പാർസൽ അയക്കുമ്പോൾ ചില സമയത്ത് ചില ആളുകളുടെ സാധനങ്ങൾക്ക് 1-2 ദിവസം ഡിലേ ആവും. നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇനി ഇത്രയും ഓർഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിച്ച് പേക്ക് ചെയ്താൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ക്ഷമിക്കുക. അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ കാണും. അല്ലാതെ നെവർ മൈൻഡ് ആക്കിയിട്ട് ഒന്നും ചെയ്യൂല. കമൻറ്റ് കൊടുത്ത ആൾക്കാർക്ക് വരെ ഞാൻ പരമാവധി റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ കുഴങ്ങിയിട്ടുണ്ട്. 3 മണിക്കായിട്ടാണ് ഞാൻ കിടന്നത്. പക്ഷെ ആ കിടക്കുമ്പോഴും എനിക്ക് കമൻറ്റ് തന്നവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടാണ് ഞാൻ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആരും ഒഴിവാക്കല്ല. ഞാനിങ്ങനെ ഈ നെറ്റിൻ്റെ ഒക്കെ നമ്മൾ കൺഫേം ഓർഡേഴ്സ് ബില്ല് കൂട്ടുന്നതിനിടയിൽ ആ ട്രൗസർ ഉണ്ടോ, ഈ ടോപ്പ് ഇനിയുണ്ടോ എന്ന് ചോദിച്ചവർക്ക് ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ നമ്മളെ വീഡിയോ കാണാത്തവരല്ലത്, നമ്മളെ പറ്റി ഒന്നും അറിയാത്തവരല്ലത്. അവർക്ക് വെറും ഓഫർ മാത്രം മതിയെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കുന്നില്ല. എന്നെയും കാണണം, എൻ്റെ സംസാരം കേൾക്കണം, എൻ്റെ കൂടെ നിങ്ങളിങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഞാനും കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. സബിത്രായി താത്ത ബോറടിപ്പിക്കുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇപ്പം എനിക്ക് വേറെ കുറച്ച് പേരുണ്ട്. ഈ ഫോൺ വിളിക്കുമ്പോഴേ ഓൺലൈനിൽ നെയ്റ്റൊക്കെ ചെയ്യുന്ന നെയ്റ്റ് താത്തയല്ലേ? ഇപ്പം ഞാൻ നെയ്റ്റ് താത്തയായിട്ടോ. ഞാൻ എന്തായിരുന്നു നെയ്റ്റ് താത്ത അയച്ചൊരു കുഴപ്പമൊന്നുമില്ല, എന്നാലും പറയാ. പിന്നെ ആരാണ്? പിന്നെ കുറച്ച് ഓഫർ താത്തല്ലേ? ഓഫർ താത്ത, അത് ഞാൻ ആ വീഡിയോയിൽ ഓഫർ താത്ത എന്ന് പറഞ്ഞു. എത്രയോ ആൾക്കാർ ഓഫർ താത്തല്ലേ എന്ന് വെച്ച് വിളിക്കുന്നത്. ഞാൻ ഓൺലൈൻ ജോലി ഷോപ്പായിരുന്നു, ബോട്ടിക്കായിരുന്നു, അതിനുമുമ്പ് ട്യൂട്ടറായിരുന്നു, ട്യൂഷൻ ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ വിദ്യാഭ്യാസം ഒന്നുമല്ല, എന്നാലും ഒരു ട്യൂഷനൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ് ബോട്ടിക്കായിരുന്നു. ഡ്രസ് ബോട്ടിക്ക് നമ്മൾ കൊറോണയിൽ കൂട്ടിക്കെട്ടി കുറച്ച് കടങ്ങളൊക്കെ ആക്കി തന്ന് മുപ്പരാക്ക. അപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട്. കടം കൊടുക്കാനുള്ള ഒരു വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. കൊറോണയിൽ പറ്റിയ അബദ്ധമുണ്ടല്ലോ, നമ്മളൊന്നും ചെയ്തതല്ല. എന്തിനാപ്പോൾ നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യം, സത്യം. അപ്പോൾ കൊറോണയിൽ കടയൊക്കെ പൂട്ടിക്കെട്ടി ആ ഐറ്റംസൊക്കെ ഞാൻ വീണ്ടും ഓൺലൈൻ ചെയ്ത് തുടങ്ങി. അതിൻ്റെ ഇടയിൽ നമുക്ക് മമ്മൂസിനെ കിട്ടി. ഈ മമ്മൂസും ഓൺലൈനും കൊണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ശരിയാവുന്നില്ല. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഇപ്പോഴത്തെ ഓൺലൈൻ നടക്കുന്നില്ല, ആരുടെ ഓൺലൈനാണ് നടക്കുന്നത്, ആരുടെ ഓൺലൈനല്ല നടക്കുന്നത്, ഈ കച്ചവടക്കാരുടെ ആരുടെ ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ. അങ്ങനെ താഴ്ന്നിങ്ങനെ നിൽക്കുകയാണ്. കാരണം മമ്മൂനെ നോക്കുന്നതിനായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആ ഒരു പരിപാടി തുടങ്ങി. കാരണം വീട്ടിലിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും 10 ഉറുപ്പ്യ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. കടയിലൊന്നും പോയി ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പിന്നെ വലിയ ബിസിനസ്സും തുടങ്ങാനുള്ള ഫണ്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കൊരു ഷോപ്പൊക്കെ തുടങ്ങണം. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നാൽ നമ്മൾ ഓഫർ താത്ത, നെയ്റ്റി താത്ത. പണ്ട് എൻ്റെ നിക് നെയിം എന്തൊക്കെയായിരുന്നു പറയണോ? പൊടിമീശക്കാരി, ഉണ്ടക്കണ്ണി, ഇതൊക്കെയായിരുന്നു ഞാൻ. ഇപ്പം ഏതായാലും ഓഫർ താത്തയും നെയ്റ്റി താത്തയും ഒക്കെ ആയിട്ട് മാറി. പിന്നെ ഞാൻ വയനാട്ടുകാരി കേട്ടോ. ഞാൻ വയനാട്ടിലാണ് ജനിച്ചത്, വളർന്നത്, പഠിച്ചത്. ഇപ്പോൾ ഇക്കാൻ്റെ വീടിൻ്റെ അടുത്ത്, ഇക്കാൻ്റെ വീട്ടിലുള്ള താമസങ്ങൾ സെപ്പറേറ്റ് ആണ്, വാടക റെൻറ്റിനാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. കുറേ ആൾക്കാരുടെ വിചാരം ഞാനിങ്ങനെ ഓഫറിലൊക്കെ കൊടുക്കുന്നുണ്ടപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന, അങ്ങനെയല്ല. അത് റെൻറ്റിനാന്ന് കരുതിയിട്ട് നമ്മൾ തീരെ ഇല്ല, അങ്ങനെയല്ല കേട്ടോ. നമ്മൾ അൽഹംദുലില്ലാ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പുള്ളൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. വീടായിട്ടില്ല. അപ്പോൾ വീട് വന്നിട്ട് ഇക്കാൻ്റെ വീട് വന്നിട്ട് പാലക്കാടാണുള്ളത്. പാലക്കാട് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തല്ല. ഇവിടുന്ന് ഈ നിൽക്കുന്ന ജില്ല പറയുമ്പോൾ മലപ്പുറമാണ്. ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. പക്ഷെ മൂപ്പറാണ് പാലക്കാട് ജില്ല. അപ്പോൾ പാലക്കാടിൻ്റെ ഒരു ഇതായിട്ട് അവർ മലപ്പുറം ബോർഡറിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. എനിക്ക് 2 മക്കളാണ്. എനിക്ക് 3 മക്കളാണ്. ഫസ്റ്റത്തെ ട്വിൻസാണ്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ബോയ് ആൻഡ് ഗേൾ. പെൺകുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് കാണണം, ചെക്കനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ. ചെക്കൻ വയനാടാണ് പഠിക്കുന്നത്, +1 അവർ. മോന് വന്നിട്ട് ചോട്ടാപ്പിക്കരിക്ക് ഇപ്പം 3 വയസ്സ്. ഒക്ടോബർ 7 3 വയസ്സായിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നമുക്ക് LKG വിടണം. പിന്നെ കുറേ ആൾക്കാർ, കുറേ അല്ല കേട്ടോ, 1-2 ആൾക്കാർ ഹസ്ബൻഡിന് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും നമ്മളെ കൂടെ തുള്ളുന്ന ഒരു സൈസ് ഒന്നുമല്ല. മൂപ്പരായി ബിസിനസ് അത് വിചാരിച്ചാൽ ഇതിനൊരു തടസ്സമല്ല. മൂപ്പര തടസ്സം നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മൂപ്പര ബിസിനസ്സായി, മൂപ്പര കാര്യങ്ങളായി, ഞാനായി, എൻ്റെ വാടായി, അങ്ങനെ ബിസിനസ്സായി പോകുന്നു. നമ്മുടെ മോൻ്റെ ബർത്ത്ഡേൻ്റെ ഒക്ടോബർ 7 ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കേക്ക് മുറിക്കുന്നൊക്കെ വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കമൻ്റ് അല്ല, എനിക്കറിയാം സോഷ്യൽ മീഡിയ ആകുമ്പോൾ പലത് വരെ ഇനി വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഒരു മാസം മുമ്പ് വരെ ഞങ്ങൾ ആരും അറിയൂലായിരുന്നു, സത്യം. ഞങ്ങളൊന്ന് എന്തെല്ലാം കാണിച്ചിട്ട് ഞങ്ങളുടെ മോൻ്റെ വീഡിയോ ഒക്കെ ഇട്ടാലും ആർക്കും വേണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ ഒരൊറ്റ മാസം കൊണ്ട് ഓഫർ ഇട്ടതോട് കൂടിയിട്ട് കുറച്ച് പേരിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തെന്നാണ് ഇനി കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ചായ വീട് ചെയ്തിന് അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഒരാൾ ഒരു ബഷീർ വന്നിട്ട് ഉടായ്പായിട്ട് ഓരോരുത്തർ ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ മൂപ്പരോട് പറഞ്ഞു ഉടായ്പായിട്ട് എന്ത് ഉടായ്പായിട്ട് ഇറങ്ങാനാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇടയ്ക്ക് നല്ല മഴ, ഇടയ്ക്ക് നല്ല വെയിൽ. നമ്മൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അല്ലേ, കാലാവസ്ഥ. പണ്ട് ഞാനൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പണ്ടല്ല കേട്ടോ. അതും പറയാൻ മറന്ന്, ഞാൻ ഒരുപാട് കിളവിയൊന്നല്ല കേട്ടോ. പക്ഷെ താത്താന്ന് വിളിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. 35 വയസ്സായിട്ടോ എനിക്ക്. പിന്നെ ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഉച്ചക്ക് മഴയാണ്, രാത്രി വെയിലെന്നൊക്കെ അല്ലേ. രാത്രി വെയിലല്ല, എന്നാലും രാത്രി വെയിൽ അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓഫറൊന്നും ഇടാതെ, ഓഫർ വീഡിയോ ഒന്നും ഇല്ലാതെ, പക്ഷെ ഞാൻ ചെറിയൊരു തമ്പനയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫ്രീ ആയി കൊടുക്കുന്നു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ സൊറ പറയുക, ഇവിടെ ഒന്നും കൊടുക്കുന്നതും കാണുന്നില്ല. ഞങ്ങൾ പോട്ടാൻ കുറേ ആൾക്കാർ പോയില്ലേ, പോയിക്കോളി. പിന്നെ നമ്മൾ സാധനങ്ങൾ കിട്ടിയവരൊക്കെ അതിൻ്റെ അഭിപ്രായം താഴെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾ മിണ്ടാതെ നിൽക്കരുത് കേട്ടോ. ആർക്കും അതിൽ ചോദിക്കുന്നുണ്ട് നെയ്റ്റ് എടുത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ. എൻ്റെ പൊന്നു മക്കൾ, എത്ര നെയ്റ്റ് നിങ്ങളൊക്കെ എടുത്തു? മെഞ്ഞാന്ന് എത്ര നെയ്റ്റ് അയച്ചു? ആരും അതിൻ്റെ അടിയിൽ റിപ്ലൈ ഒന്നും കൊടുത്ത് കണ്ടില്ലല്ലോ. അതിൻ്റെ അടിയിൽ പോയിട്ട് കൊടുക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. സാധനങ്ങളൊക്കെ കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്, എന്നിട്ട് ഇടങ്ങേറാക്കണം. അതിപ്പോൾ എടുത്ത് പറഞ്ഞ പോലെ കാലാവസ്ഥേൻ്റെ കാര്യം പറഞ്ഞ പോലെ നല്ല മഴയല്ലായിരുന്നോ? അപ്പോൾ എങ്ങനെ ഈ പിന്നെ DTCക്കാരും അങ്ങനെ ഇങ്ങോട്ടൊന്നും വന്നില്ല. പോസ്റ്റിൻ്റെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പോസ്റ്റ് ഓഫീസിൽ പോകാൻ പറ്റായി. അതിൻ്റെ ഇടയിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ പൈസയെ പറ്റുള്ളൂ, ഗൂഗിൾ പേ പറ്റില്ല. കയ്യിലാണ് പൈസ ഇല്ല, അക്കൗണ്ടിലാണ് പൈസ വന്ന് കിടക്കണേ. ഇതൊന്നും എടുക്കാൻ പോയിട്ട് കിട്ടുന്നത് എല്ലാം കൂടി എനിക്ക് പറയണ്ട. ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ഓർഡർ എനിക്ക് വിചാരിച്ച മാതിരി എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും കിട്ടാനേ ഉള്ളൂ, ആരും ഒന്നും വിചാരിക്കേണ്ട. ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനിൽ ഞാൻ ഇട്ട ആ ഒരു സംഭവം പറഞ്ഞാൽ, അല്ലാതെ 5-6 വർഷം ഞാൻ ചെയ്യുന്നത്. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ ഒന്ന് പറയൂ. എന്നെ എല്ലാവർക്കും ഇഷ്ടമായോ? കുറേ ആൾക്കാർ മെസ്സേജ് ആക്കുന്നത് താത്താനെ ഭയങ്കര ഇഷ്ടമായി, താത്താനെ ഭയങ്കര സംസാരം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സംസാരിക്കാൻ. പിന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ ഈ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പോ ഒക്കെ ഒന്നും ഇല്ലാണ്ടായി മാറിയിട്ടുണ്ട്. കാരണം കുറച്ച് ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടെടുക്കണം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് അതിനും സത്യം പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നിർത്താനൊന്നും ഇപ്പോൾ സത്യത്തിൽ കഴിയുന്നില്ല. ഇപ്പം നിങ്ങളും ഞാനൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ സസ്പെൻസ് ഓർ ട്വിസ്റ്റ് അല്ലെ, എൻ്റെ തമ്പനയിലേക്ക് ഇനി കിടക്കാം അല്ലേ. കിടക്കട്ടെ നവ. ഇതാണ് നമ്മുടെ മാക്സി, ഞാൻ വിൽക്കുന്ന മാക്സി. ഓക്കെ, മറ്റ് സിംഗിളും ഉണ്ട്, പക്ഷെ ഒരുപാട് സിംഗിളില്ല. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ മാക്സിയാണ്. ഓരോ മാക്സിക്കും ഓരോ റേറ്റാണ്, മനസ്സിലായോ? എല്ലാവരുടെയും വിചാരം 200 മാക്സിക്ക്. അതിന് ചില ആൾക്കാരുണ്ട് ഒരു എന്താ, ഞാൻ പിടിച്ച കൊമ്പിന് 3 കൊമ്പ് എന്ന് പറഞ്ഞിട്ട് 200 അല്ല താത്ത മാക്സിക്ക്, 250 അല്ല താത്ത മാക്സിക്ക്, ഇത്രയും വില ഉണ്ടോ മാക്സി? നിങ്ങളൊരു കടയിലൊക്കെ ഒന്ന് ഷോപ്പിലൊക്കെ പോയിട്ട് സാധാ ഒരു മാക്സി എടുക്കണമെങ്കിൽ തന്നെ 250, 280, 300 കൊടുക്കും. ഏതായാലും വണ്ടിക്കാർ, അതായത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എൻ്റെ ഏരിയയിലുള്ള കൊണ്ടാണ് ഇത് ഈ പ്രത്യേകം. അങ്ങനെയൊക്കെ അവർ കാണും 20. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ഏരിയയിലൊക്കെ ഉള്ളൂ, ഷോപ്പിലൊക്കെ കൊടുക്കണം. നമ്മളൊരു ഷോൾ വിത്ത് മാക്സിക്ക് ഓൺലൈൻ ഉണ്ടായത് കൂടെ 320, 350 കിട്ടുന്നുണ്ട്, ചില കടകളിലുണ്ട്. പക്ഷെ ഇത് സംഭവം വേറെയാ. ഇത് ഇമ്പോർട്ടഡ് റയോണിൽ വരുന്ന ഷോൾ മാക്സിയാ. കുറഞ്ഞ ഒരു മാർജിൻ ഇട്ടിട്ടാണ് ഞാൻ എനിക്കിത് സെയിൽ ചെയ്യുന്നത്, മനസ്സിലായി? ഇത് മനസ്സിലായ ആൾക്കാരാണ് എൻ്റെ അടുത്ത് നിന്ന് 2, 3, 5 പീസ് എടുക്കുന്നത്. മനസ്സിലാവാത്തവർ ദയവ് വിചാരിച്ചിട്ട് ഇങ്ങനെ എനിക്ക് കമൻറ്റ് വരുമ്പോൾ ഈ ഒരു നെറ്റിൻ്റെ ഫോട്ടോ വരുമ്പോഴത്തേക്ക് ഞാൻ അത് ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മെസ്സേജ് നോക്കുമ്പോൾ അവരും ഇത് കുറച്ച് കൂടുതലല്ലേ, ഞാൻ എന്താ പറയുക. അപ്പോൾ നമ്മളെ കയ്യിൽ ഞാൻ ചെയ്യുന്ന മാക്സി ഇങ്ങനത്തെ മാക്സി. പിന്നെ ഈ ഷോളില്ലാത്ത മാക്സി ഇങ്ങനത്തെ റയോണിൻ്റെ ഫോട്ടോ മെറ്റേണിറ്റി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് കണ്ടില്ലേ. ഈ മാക്സി സോൾഡ് ഔട്ട് ആയിട്ടോ. ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ഇട്ടത്, ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ മെറൂണൊക്കെ പോയിട്ടോ, ഇത് നിങ്ങൾ ചോദിക്കണ്ട മക്കളെ, ഇത് ചോദിക്കണ്ടെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരുപാട് കോൾ വന്നു, താത്ത പ്ലീസ് ആ മെറൂൺ കൊണ്ടുവരും, അങ്ങനെയാണ് ഇന്നലെ ഞാൻ ഉച്ചക്ക് അവരെ വിളിച്ച് ഏതായാലും അവരെ നോക്കുമ്പോൾ അട്ടത്തുണ്ടേന് 100 പീസ്. അന്ന് എന്നോട് പറഞ്ഞൊക്കെ തീർന്നതെന്ന്. താത്ത ഉണ്ട് കേട്ടോ, ഫോൺ വന്ന് ഉടനെ ആ 100 പീസും വിളിച്ച് ബുക്ക് ചെയ്ത്. ഓക്കെ, പക്ഷെ ലാസ്റ്റ് നോക്കുമ്പോൾ സൈസ് ഇങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിയത് 60 30 മെറൂണും 30 ബ്ലാക്കും. ഓർഡർ ചെയ്ത് എന്തറിയോ, ഇതും ചേർത്തിട്ട് ഇതും 40 എടുത്തു. ഇത് ഈ കളർ ഒന്ന് റെഡ് ഒന്നായിട്ട് സെറ്റാണ് വരുന്നത്.
10 എടുക്കുമ്പോൾ 10 സെറ്റ് 20 പീസാവും. അങ്ങനെ 2 സെറ്റ് 10 വെച്ചിട്ട് 2 അങ്ങനെ 40, അതും 60 എടുത്തു. എല്ലാം കഴിഞ്ഞിട്ടു എല്ലാവരും നെറ്റ് പർച്ചേസ് ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വിലക്ക് അവർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് 200 റുപ്യ മാക്സിയാണോ അത്? ഇന്ന് ഞാൻ കാണിച്ചിട്ട് ഇതിന് ചെസ്റ്റ് വീതി ഒന്ന് കാണിച്ചത്, അതിനാ മെയിനായിട്ട് ഇത് എടുത്തിട്ടോ. ഇതിൽ XL എന്നുള്ള അളവാണ് ഉള്ളത്, ശ്രദ്ധിച്ചോളട്ടെ. ഇതിന് XL എന്നുള്ള അളവാണ് ഉള്ളത് എൻ്റെ മാക്സിൻ്റെ ഈ ഒരു ടൈപ്പിന്. ഇതിന് ചെസ്റ്റ് വീതി വന്നിട്ട് 24 കിടക്കുന്നത്. XL വന്നിട്ട് 24 കിടക്കുന്നത്. ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കാൻ വയ്യ. നിങ്ങൾക്ക് ജസ്റ്റ് 24 ഒരു പൊടിക്കുണ്ട്, ഒരു 25ഓളം വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു 25ഓളം വരുന്നുണ്ട് XL കേട്ടോ. ഓക്കെ, ബാക്കി നിങ്ങൾ ലെങ്ത്ത് അത്യാവശ്യം ഉണ്ട്. ഇത് 60 ലെങ്ത് ഒക്കെ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ചിലവർ. ഞാനത് നിങ്ങളെ കാണിച്ചു കൊണ്ട് ലെങ്ത്ത് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കുന്നില്ല. മോളും മമ്മൂസ് കിടന്ന് ഉറങ്ങുന്നുണ്ട്, അപ്പോൾ ക്യാമറ തിരിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. ഇത് വന്നിട്ട് 56 ഒരു ഇഞ്ചും കൂടി, ഒരു 56 സൈസ് തന്നെ കൂട്ടിക്കോ. ചെസ്റ്റ് അളവ് XL അതാണ് വരുന്നത്. പിന്നെ നമ്മൾ കോട്ടൺ പോലെയല്ല, ഒന്നും കൂടി ഇതിങ്ങനെ കൊഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഒരനക്കം കൂടി ലെങ്ത്ത് വേണ്ടവർക്ക്, എനിക്ക് 57-58 വേണ്ടവർക്ക്, ഒരുപാട് തടി പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്കുണ്ടാവും ഒരു ഓവർ തടിയിലെ വയറും ഇതൊക്കെ ചാടിയും കൊണ്ട്, അപ്പോൾ അവർക്ക് ഇതിങ്ങനെ കയറി നിൽക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ എനിക്കറിയത്തില്ല, അല്ലാത്തവർക്ക് ഇത് മറ്റേ മാക്സി 60 എടുക്കുന്നവർക്കും ഇത് പറ്റും. കാരണം ഇങ്ങനെ കൊഞ്ഞ് നിൽക്കുന്നില്ല. അപ്പോൾ 56 കൂടുതൽ ലെങ്ത്തും വരുന്നുണ്ട്, 24 കൂടുതൽ എന്ത് വരുന്നുണ്ട്, വിടുത്ത് എത്രയും കാണിച്ചതിന് 25, അതിന് ഒരു 50ഓളം വിടുത്തും XL വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഫ്രീ സൈസ് മാക്സിയാണ് കേട്ടോ. ഇതിനില്ല കേട്ടോ, ഇതിവിടെ 2 ഞാൻ ഇവിടെ മാറ്റി വെച്ചാണ്. ഇത് വന്നിട്ട് ഫ്രീ സൈസ് മാക്സിയാണ്. ഇത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നത്. നല്ല ക്ലോത്താണ്, അല്ലാതെ ഈ നൈസായിട്ട് കിടക്കുന്ന റയോൺ ക്ലോത്ത് അല്ല, ഇത് ഇമ്പോർട്ടഡ് റയോൺ ആണ് കേട്ടോ. അതാണ് ഈ ഒരു റേറ്റ്. നിങ്ങൾക്ക് ഇത് ഷോപ്പിലൊക്കെ പോയി 10-750 രൂപ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു മെറ്റീരിയലിന് കൊടുക്കേണ്ടി വരും കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ഷോൾ മാക്സിക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ വെറും 550 രൂപ ആ റേഞ്ചിൽ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീതി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഫ്രീ സൈസ് തരുമ്പോൾ എല്ലാ സൈസിനും പറ്റുമെന്നാണ് പറയാറില്ലേ. ഇത് ഈ ഒരു മോഡല് XL വന്നിട്ട്, ഇത് വന്നിട്ട് ഫ്രീ സൈസിന് കൊടുത്തിരിക്കുന്ന അളവാണ് 22.5 23ഓളം, മറ്റേതൊരു 25 ഉണ്ട് കേട്ടോ. അപ്പം XL ആണ് ഇവരത്. അപ്പോൾ ലെങ്ത്തൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ വലിപ്പം വേണ്ടവർ XL ഓർഡർ ചെയ്യുക, അതിനേക്കാൾ ചെറുത് വേണ്ടവർ ഫ്രീ സൈസ് ഓർഡർ ചെയ്യുക. ഇനി വരുന്ന സാധനങ്ങൾ നിങ്ങൾ ഏത് സൈസാണ് വേണ്ടത് പറഞ്ഞതിനനുസരിച്ച് ഞാൻ മാറ്റി മറിച്ചും വെക്കുന്നുണ്ട് കേട്ടോ. തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലുത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവർക്ക് ഫ്രീ സൈസ് മതി എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലുത് വേണം എന്ന് പറഞ്ഞു വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡബിൾ XL ആർക്കും ഈ പിന്നെ ഇത് XL ഒക്കെ ഉപയോഗിക്കുക. കാരണം അത് അങ്ങനത്തെ ഒരു ക്ലോത്താണ്, നമ്മൾ കോട്ടൺ ഇട്ട മാതിരി ടൈറ്റായി നിൽക്കില്ല. അതുകൊണ്ട് ഒരുവിധ ആൾക്കാർക്കൊക്കെ വണ്ണുള്ളവർക്കൊക്കെ പറ്റും. അതുകൊണ്ട് ഇത് ഞാൻ കാണിച്ചു തരുന്നില്ല. നെറ്റ് വീഡിയോയിലൊക്കെ നമ്മളിങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ഇടും. പക്ഷെ ഇതിൻ്റെ ഷോള് സൂപ്പറാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നെറ്റ് ഈ ഒരു നെറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. നെറ്റി താത്താൻ്റെ നെറ്റിയാണ് കേട്ടോ. നല്ല ഷോൾ. ഇത് തലയിലിട്ടാൽ നിൽക്കുമെന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചിരും. തലയിലിട്ടാലൊക്കെ നിൽക്കുന്ന ടൈപ്പാണ്. നല്ല ഇതൊരു അത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരത് ചെയ്യല്ലോ. അപ്പോൾ നല്ലൊരു ഷോളാണ്. ഇതിന് വന്നിട്ട് 600 രൂപയാണ് നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് അടക്കം തരേണ്ടത്. മോഡലുകൾ ഗ്രൂപ്പിലിടും. ഓക്കെ, ഇതുണ്ടോ, ഇത് കണ്ടോടനെ ഇതുണ്ടോ താത്ത എന്ന് ചോദിച്ച് സ്ക്രീൻഷോട്ട് ഇടാൻ നിൽക്കേണ്ട. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ടെങ്കിൽ റീസ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടും. ഗ്രൂപ്പ് ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, ജോയിൻ ചെയ്യുക. അതുപോലെ റയോൺ മാക്സികളുണ്ട്. റയോൺ മാക്സികളൊന്നും ലോക്കൽ അല്ല, ഇതേപോലത്തെ കമ്പനി ആയതുകൊണ്ട് തന്നെ റയോൺ മാക്സി ഷോൾ ഇല്ലാത്തതിന് 450 490 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ മാക്സികളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വേണ്ടവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. അതുപോലെ കോട്ടൻ്റെ സിംഗിൾ മാക്സി ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ കമ്പനി മാക്സികൾ തന്നെ ആയതുകൊണ്ട് 320 370 490 ഒക്കെ വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് 320 ആണ്. പിന്നെ 200 220 കുറേ ആൾക്കാർ ചോദിച്ചത് കൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിരുന്നു. പക്ഷെ അത് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. സീനാണ്. അത് ഈ ഓൺലൈൻ ചെയ്താൽ നടക്കൂല. ഇൻഷാ നമുക്ക് റമദാനൊക്കെ ആകുമ്പോഴത്തേക്ക് പൈസ ഇല്ലാത്തവർക്കും വാങ്ങണ്ടേ. ഞാൻ അപ്പം നോക്കാം, ഒരാളും കൂടി ഒക്കെ വെച്ചിട്ട് സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് അല്ലാതെ ഒറ്റയ്ക്ക് 220 ഇതിൻ്റെ ഉള്ളിലും കൂടി കഴിയില്ല. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ നെറ്റുകളൊക്കെ വേണ്ടവർ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. ഇപ്പം എൻ്റെ പരിപാടി അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ നിർത്തിവെച്ചു. എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ വേണമെന്നുള്ളത് കൊണ്ട് ഇതിലേക്ക് പോയി. പിന്നെ വേറെ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്,
ഇതാ അവിടെ കിടക്കുന്നുണ്ട്. ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. ഓൺലൈനിൽ കുറി നടത്തുന്നുണ്ട്. ഞാനൊരു 6 വർഷമായിട്ട് ഓൺലൈനിൽ കുറി നടത്തുന്നുണ്ട്. 25,000, 50,000, 1,00,000 ഒക്കെ ചെയ്യുന്നുണ്ട്. 1,00,000 ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഫ്രണ്ട്സുകളായിട്ട് തുടങ്ങിയ പരിപാടി കേട്ടോ. നിങ്ങൾക്ക് വേണം അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കുറി ആകുമ്പോൾ ഒരു സമ്പാദ്യം ആണ്. നമ്മളെ കയ്യിൽ നിന്ന് എങ്ങനെ ഇപ്പോഴത്തെ കാലത്തൊന്നും 500, 1000 ഒരു വിലയില്ല. ഗൂഗിൾ പേ ആക്കിയതിന് ശേഷം തീരെ പൈസക്ക് ഒരു നില വില ഇല്ലാണ്ടിരിക്കും. മറ്റേതൊരു 500 രൂപ ഉണ്ടെങ്കിൽ 500 ചിലവാക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഗൂഗിൾ പേയിൽ പൈസ വന്നതിന് ശേഷം ടപ്പ് 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 കഴിഞ്ഞു. ഇതായിരിക്കും ഇപ്പോൾ ഗൂഗിൾ പേൻ്റെ സ്ഥിതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമുക്കെന്താ സേവിങ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 രൂപേൻ്റെ കുറിയുണ്ട്, 10,000-ൻ്റെ, 25,000-ൻ്റെ കുറിയുണ്ട്, 50,000-ൻ്റെ, 1,00,000-ൻ്റെ. ഇത്രയും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സേവിങ്ങോ. പിന്നെ അത് കൂടാതെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വാങ്ങാൻ പറ്റും. കാരണം ഇതൊന്നും അല്ലേ എൻ്റെ പരിപാടി. വേറെ ചെറിയൊരു ഉടായ്പ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഉടായ്പ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. വലിയ ഉടായ്പ പരിപാടി സ്കൂൾ പഠിക്കുള്ള ഒരു ഹംസായിരുന്നു ഞാൻ. എന്തെങ്കിലുമൊക്കെ കത്തുകളൊക്കെ കൈമാറി അങ്ങനെ ഇറക്കി. അപ്പോൾ ഗിഫ്റ്റ് വർക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഗിഫ്റ്റ് വർക്ക് എൻ്റെ തേടി വരും ഫുൾ വാലന്റൈൻസ് ഡേൻ്റെ ആ സമയത്ത്, അല്ലെങ്കിൽ പിന്നെ ലൈൻസ്, പിന്നെ എന്താ പറയുക, രഹസ്യ കാമുകൾ തന്നെ പറയേണ്ടി വരും. ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തിട്ടല്ല കേട്ടോ. പക്ഷെ എൻ്റെ ഒരു ഫീൽഡ് ഇതല്ലേ. അവർക്കൊക്കെ ഡ്രസ്സ് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഞാൻ തന്നെ പോയിട്ട് വാങ്ങിയിട്ട് അയച്ചു കൊടുക്കും. പിന്നെ അവർ പേയ്മെൻറ്റ് ഇട്ട് തരും, അഡ്രസ്സ് തരും. നമ്മൾ അതിലേക്ക് തലയിടല്ല കേട്ടോ, എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ ഇപ്പോഴും എടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർപ്രൈസ് ആയിട്ട് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തും, അതായത് ഫോട്ടോ ഇട്ട് കാണിക്കുന്ന ഐറ്റംസ് അല്ല, ഫോട്ടോ ഇടാനൊന്നും ഇവിടെ ഐറ്റംസ് ഇല്ല. ബാഗ് വേണമെങ്കിലും ഡ്രസ്സ് വേണമെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ ഫോട്ടോ എടുത്ത് കൊടുക്കാണ്ടാവും. അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഡേ ചാർജ് മാത്രം വാങ്ങിക്കൊണ്ട് ഓൺലൈൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതുമൊക്കെ നോക്കുന്നുണ്ടോ? ഇനി എടുത്ത താത്ത ഈ ബോക്സ് ഒന്ന് എടുക്കാൻ പോകുന്നതെന്ന് വാ. ഈ ഒരു ബോക്സ് വന്നിട്ട് ഞങ്ങൾ ഇപ്പം അടുത്താണ് കിഡ്സിൻ്റെ ഡ്രസ്സുകൾ ഇറക്കിയത് കേട്ടോ. ഓൺലൈൻ ചെയ്യാൻ വേണ്ടി ഇറക്കിയത്. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. സത്യം ഇത് സങ്കടമായിപ്പോയി. കാരണം ഷോപ്പിനൊക്കെ ഭയങ്കര അഡ്വാൻസ്, പിന്നെ എത്തിച്ച് ഒരുപാട് ഐറ്റംസ് അതിനൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി കിഡ്സ് ബോയ്സിനെ കുറച്ച് ഐറ്റംസ് ഇറക്കാമെന്ന്. അപ്പം നോക്കുമ്പോൾ ഓൺലൈനിൽ വലിയ ഇതൊന്നും കാണില്ല. അപ്പോൾ ഷോപ്പായിട്ട് നമുക്ക് സെയിൽ ചെയ്യാം, കാരണം നല്ല ഐറ്റംസിന്. പിന്നെ എനിക്ക് തോന്നി ഓൺലൈനിൽ ഇട്ടിട്ടാണ്ട് പോവട്ടെ അല്ലേ, നമുക്ക് പിന്നെ എടുക്കാം. അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തരും ഷോപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ന് വെച്ചിട്ട് ഓരോ ഓഫറൊക്കെ കണ്ട് കൊടുത്താണ്. അപ്പോൾ അന്ന് എടുത്ത 2 ബേബി സെറ്റാണ് കേട്ടത്. ബേബി സെറ്റ് എന്ന് പറഞ്ഞാൽ ബോക്സിൽ വരില്ല. അപ്പോൾ പുതിയൊരു മോഡലാണിത്. ഇതിലുണ്ടായിരുന്നത് ഒരു പൗഡർ, ഒരു ബേബി സോപ്പ്, ഒരു ബഡ്സ്, ഒരു ചെറിയൊരു ടവല്, അങ്ങനെ കേട്ടോ. ഇത് വന്നിട്ട് ഇതിന് ഞാൻ റേറ്റിന് ഇട്ടിട്ടില്ല കണ്ടോ. 17 എന്നുള്ള നമ്പറേ ഉള്ളൂ കൊടുത്തിട്ട്. ഏതായാലും ഇതിന് 377 അങ്ങനെ എന്തോ റേറ്റാണ് കേട്ടോ. 377 അങ്ങനെ എന്തോ റേറ്റിലാണ് നമ്മളിത് സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് നമ്മളിതൊക്കെ അടുക്കി വെച്ച് മേലെ വെക്കുമ്പോൾ നമ്മളെ മമ്മൂസ് എന്താക്കിയെന്ന് അറിയാം, ഇത് അങ്ങോട്ട് പൊട്ടിച്ച്. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല ഇതുകൊണ്ട് പോയതൊന്നും. ഇത് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലെ പൗഡർ പോയിട്ട് എടുത്തിട്ട് കളഞ്ഞ് ഫുൾ കൊട്ടി അങ്ങോട്ട് അൽപ്പിട്ടാക്കി. ബഡ്സ് എന്തൊക്കെയോ ചെയ്ത് സോപ്പിൻ്റെ ഈ കവർ പൊളിച്ച് കളഞ്ഞ്. നമ്മൾ ഈ കവർ ഉണ്ടാവില്ലേ അതൊക്കെ അത് പൊളിച്ച് കളഞ്ഞ്. അപ്പോഴത്തേക്കാണ് ഇതൊക്കെ കണ്ടത്. അങ്ങനെ പോയിട്ട് ഞാൻ വാങ്ങി വെച്ച ഒരു ഐറ്റാണിത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇത് കാണിക്കാം. ഇതിൽ വന്നിട്ട് കുഞ്ഞോച്ചൊരു കുപ്പായം. ഇപ്പം പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾ ജബല നല്ല കോട്ടനാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്. ഇത് ഞാൻ കോമപ്പാസ് കോഴിക്കോട് നിന്ന് ഹോൾസെയിൽ എടുത്ത ഐറ്റംസ് ആണ്. ഞാൻ അത് ഒക്കെ അങ്ങനെ പറയാൻ കാരണം കോമപ്പാസിൻ്റെ സാധനങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് സാധനങ്ങൾ റേറ്റുള്ള ഹോൾസെയിൽ ഷോപ്പാണെന്നുള്ളത് അറിയുന്നവർക്ക് അറിയും. അല്ലാതെ ഇത് കോയമ്പത്തൂർ, തിരുപ്പൂരൊന്നും പോയിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റംസ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വന്നിട്ട് കുഞ്ഞൂച്ചൊരു ടവച്ചര്. ഓ എൻ്റെ അപ്പോ മമ്മക്ക് എത്ര വേഗം വലുതായത് തോന്നിപ്പോന്ന്. പിന്നെ കുഞ്ഞ് 2 ഷോക്സ്, പിന്നെ ഇതിനൊരു ടവല്, പിന്നെ ഇതിലുണ്ടായിരുന്നതാണ് ഇതേപോലൊരു സോപ്പ്, ഇതേപോലൊരു പൗഡർ, ഇതേപോലൊരു ബഡ്സ് എന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ഇതിലുള്ള ബഡ്സ് ഇല്ല കേട്ടോ. ഈ ബഡ്സും പൊളിച്ച് ഈ ബഡ്സും പൊളിച്ച്. അപ്പോൾ ഇത് നമുക്ക് കളയാം. ഓക്കെ, ഇനി ഇതിനുള്ള സോപ്പ് ഉണ്ട്, അത് പൊളിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ കവർ അവൻ കളഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ പ്രസവിച്ചെടുക്കുന്ന കുട്ടിയൊക്കെയുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഡ്രസ്സ് ടവല് കണ്ടില്ലേ, ഇങ്ങനൊരു സാധനം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബോക്സിൽ 2 കുപ്പായും, ഈ ഒരു ഇതന്നെ മഞ്ഞ, നേരത്തെ കണ്ട ജബലേൻ്റെ മഞ്ഞ കേട്ടോ. അങ്ങനെ കെട്ടുന്നതാണേ, അതുകൊണ്ട് നല്ല സുഖം ഉണ്ടാവും ഇട്ട് കൊടുക്കാൻ.
മഞ്ഞ നല്ല ടവൽ കണ്ടില്ലേ, ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ടവൽ. പൗഡർ ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ ആശാൻ. ഇതങ്ങനെയുണ്ട്. ഇതിൻ്റെ ഡേറ്റ് വന്നിട്ട് 9/2026 വരെ എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ. 9 അതായത് നിങ്ങൾ വിചാരിക്കേണ്ടത് ഓൾഡ് ആണോ അങ്ങനെയൊന്നല്ല. 2026 ഇത് ഇപ്പോൾ എടുത്ത് ഞാനൊരു 4 നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് അറിയാം. ഞാൻ ഇപ്പോൾ അടുത്താണ് ഇതിൻ്റെ കിഡ്സിൻ്റെ ഒക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഒരു കുഞ്ഞു സോപ്പ്. ഇതിൻ്റെ കവറുണ്ട് കേട്ടോ. അപ്പം മറ്റേ സോപ്പിന് കവറില്ല, മറ്റേതിൽ പൗഡറില്ല, രണ്ടിലും ബഡ്സ് ഇല്ല. പിന്നൊരു സാധനം കൂടി ഇല്ല. ഈ ഒരു ഷോക്സിൻ്റെ ഒന്നില്ല. അപ്പോൾ ഇത് അവിടെ കിടക്കട്ടെ. ഇത് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫ്രഷ് പീസ് ഞങ്ങൾ ബില്ല് കൂട്ടുന്നിടത്തുനിന്ന് മമ്മൂസ് എന്താക്കി ഇതും കൊണ്ട് ഓടിപ്പോയപ്പോഴത്തേക്ക് പൗഡർ പൊട്ടിക്കലും ബഡ്സ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. എന്താ ചെയ്യാൻ നോക്കണമെങ്കിൽ 100 കണ്ണ് വേണം. 3-ാം വയസ്സിൽ മൂച്ച് കഴിഞ്ഞപ്പോൾ 4-ാം വയസ്സിൽ നട്ടപ്പിരാന്ത് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇത് കണ്ടില്ലേ? അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ ബിഗ് ഓഫറിൽ കൊടുക്കുകയാണ്. വേറൊന്നല്ല, പൈസ ഒന്നും വേണ്ട. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഈ വീഡിയോക്കല്ല, എൻ്റെ മുന്നത്തെ ഏതെങ്കിലും വീഡിയോക്ക് ഒരു കമൻറ്റ് തന്ന ആർക്കെങ്കിലും ഈ ഒരു പ്രായത്തിൽ, ഇനിയിപ്പോൾ അയൽവാസി കുട്ടികളായിക്കോട്ടെ നമ്മൾ കുടുംബത്തിലായിക്കോട്ടെ, കൊടുക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ, പാവപ്പെട്ടവരാണെങ്കിൽ, ഇത് വാങ്ങാൻ പൈസ ഇല്ലാത്തവരാണ്, അത് പറ്റ പാവപ്പെട്ടവരെന്നൊന്നും ഞാൻ പറയില്ല. ഇന്നത്തെ കാലത്ത് പറ്റ പാവപ്പെട്ടവരെ പിന്നെ നോക്കാൻ ചില നാട്ടുകളിൽ ഈ ഇടത്തരക്കാർക്കാണ് ഇപ്പം എന്നെക്കൊണ്ട് എനിക്ക് തോന്നുന്നത് അവരെക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടുന്നത്. അപ്പം വലിയ പൈസ ഒന്നുമില്ല, അല്ലെങ്കിൽ കിട്ടിയത് യൂസ് ചെയ്യാനും എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഈ ഷെമീസിൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും മുന്നേ, എപ്പോഴായാലും കുഴപ്പമില്ല, ഇനിയിപ്പം എന്തെങ്കിലും നല്ല രീതിയിലൊരു കമൻ്റ് ഇട്ടൊരു വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെനിക്ക് 8089971700 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട്, ഷിപ്പിംഗ് ചാർജ് പോലും വേണ്ട, ഞാൻ അയച്ചുതരാം. നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തിയാൽ മതി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അള്ളാഹു ബർക്കത്ത് തരട്ടെ, എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രസവിച്ചെടുക്കുന്ന കുട്ടിയെ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ പൂർണ്ണ ഗർഭിണിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു എല്ലാം റാഹത്തായിക്കോളും. ഇത് വാങ്ങി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വാങ്ങിക്കോളി. അപ്പോൾ അവരൊന്ന് അഡ്രസ്സ് തരണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളെ ടോപ്പിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് ആക്കി, താത്ത ഞങ്ങൾക്ക് ടോപ്പില്ല, അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചത് കാണാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ആക്കിയിട്ടോ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ പറഞ്ഞു ഞാനേ എന്താ പറയുക വലിയൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ ഉള്ളത് ക്ലിയറൻസ് സെയിൽ ഇട്ടതാണ്. എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നവർക്ക് ഞാൻ മാറ്റി വെക്കുള്ളൂ. കാരണം ബിസിനസ് ഈസ് ബിസിനസ്. അങ്ങനെ കാണാൻ പഠിച്ചാലേ നമ്മൾ നിലനിൽക്കുള്ളൂ. കാരണം എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കുഴിയിലിരിക്കാൻ കാരണം കുറേ ആൾക്കാർക്ക് കടത്തിന് സാധനം കൊടുത്ത്, കടത്തിന് കൊണ്ടുപോയാൽ അതും വിറ്റ് പൈസ ഉണ്ടാക്കി നമ്മൾ ഹോൾസെയിലുകാർക്ക് കടം കൊടുക്കാനോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ആ പരിപാടിക്ക് നിൽക്കില്ല. അത് പേയ്മെൻറ്റ് ചെയ്തവർക്കേ കൊടുക്കുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എത്താത്ത എൻ്റെ കുഴപ്പമില്ല. കാരണം അങ്ങനെ വേണമെന്നുള്ളവർ എൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്യൂ. 5 ശേഷം എൻ്റെ വീഡിയോ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുമേൽ വന്നിട്ടുള്ള അളവ് ഡബിൾ എക്സലിൻ്റെ വീതിയും ഇതൊക്കെ ഉണ്ട്. ബ്ലാക്ക് ആണ്, അംബ്രല്ല ഫ്ലെയർ ബ്ലാക്ക് ആണ്, ഡബിൾ സ്ലിറ്റ് ആണ്, അത്യാവശ്യം നീളമുള്ള ടോപ്പാണ് കേട്ടോ. അല്ലാതെ ചെറിയൊരു ടോപ്പല്ല. ഇതിന് എംബ്രോയിഡറി ഉണ്ടെങ്കിൽ അവിടെ മാത്രം എംബ്രോയിഡറി, നല്ല നീളമൊക്കെ ഉണ്ട്. ഡബിൾ എക്സൽ നല്ല വയറുള്ളവർക്ക് ഇത് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ പാകമാണ് എൻ്റെ. പക്ഷെ എനിക്ക് കുറച്ച് വയറുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വയറെടുത്ത് കാണിക്കുന്നതുകൊണ്ട് ഞാനിത് ഇടാറില്ല. ഇത് 250 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തിരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. 250 രൂപേൻ്റെ ടോപ്പാണ്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. XLR ഇത് എടുത്തോളൂ, കാരണം ഇത് അലക്കുമ്പോൾ ചിലപ്പം ചുരുങ്ങിയല്ലോ. അപ്പോൾ XLR ഓക്കെ, XLന് പറ്റും കേട്ടോ. സാധനം തന്നെയാണേ, XLന് പറ്റും. നല്ല നീളമുള്ള ടൈപ്പാട്ടോ, അല്ലാതെ ചെറിയ ST ടോപ്പ് ഉണ്ടല്ലോ 150 രൂപക്കൊക്കെ വെക്കുന്നത്, ആ ഒരു സംഭവം നല്ല അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. ചെറിയൊരു ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇതും ഡബിൾ എക്സൽ തന്നെയാണ്. സൈഡ് ഓപ്പൺ ആണ്, 3/4 സ്ലീവ് ആണ്, ബ്ലാക്ക് ആണ് കേട്ടോ. ഇതും 250 രൂപക്ക് സെയിൽ ചെയ്താണ്. ഈ പീസ് കിട്ടാണ്ട് കേട്ടോ, ഇനിയും കിട്ടാണ്ട്. 250 രൂപക്ക് വിൽക്കാൻ പറ്റും. വലിയ കട്ടിയുള്ളതല്ല, റയോൺ ആണ്. അത് ജസ്റ്റ് തീരെ കട്ടില്ലാത്ത സാധനമല്ല, നല്ല ഇടാൻ ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റും. അപ്പം ടോപ്പ് കിട്ടാതെ പൈസ ഈ 150 രൂപയും തരാൻ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായില്ല. എനിക്ക് ഈ ടോപ്പ് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ 150 രൂപേൻ്റെ ടോപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എടുക്കാമായിരുന്നു. എനിക്ക് ഡ്രസ്സ് ഇല്ലല്ലോ, സ്ഥിരം എനിക്ക് ജോലിക്ക് പോകാനുള്ളല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഏതെങ്കിലും 3 ആൾക്കാർ ഇതിന് മുന്നേ കമൻ്റ് ഇട്ടവരുണ്ടെങ്കിൽ, താത്താൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കമൻ്റ് ഇട്ടിരുന്നു, താത്താൻ എനിക്ക് ഇഷ്ടമാണ്, എന്നെ പുകയത്തിയിട്ട് കമൻ്റ് ഇട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ലൈക്കെങ്കിലും തന്നവർ, ഇന്ന വീഡിയോ ഒക്കെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. തന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ടോപ്പിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ല, എനിക്ക് വേണ്ടിയിരുന്നു എന്ന് തോന്നിയവരുണ്ടെങ്കിൽ, ഇതാ ഇത് 3 എണ്ണം ഓരോന്ന് ഓരോരുത്തർക്കുള്ളതാണ്. ഷിപ്പിംഗ് ചാർജും തരണ്ട, ഞാൻ അയച്ചു തരാം കേട്ടോ.
ഒറ്റ ഡിമാൻഡുള്ളൂ, നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. പൈസയൊക്കെ ഉണ്ട്, ടോപ്പൊക്കെ ഉള്ളവർ ഇത് കിട്ടട്ടെ. ചില ടീമുകൾ അങ്ങനെ ഉണ്ട്. ദയവാച്ചതിൽ നിൽക്കണ്ട, ഇല്ലാത്തവരും എടുത്തോട്ടെ കേട്ടോ. പിന്നെ ഞാൻ കണ്ടതിന് ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല, അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കല്ലേ നമുക്ക് ഫസ്റ്റ് ഇത് കൊടുക്കേണ്ടത് അല്ലേ. ഫസ്റ്റ് നമുക്കൊരു പരിഗണന കൊടുക്കണേ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എൻ്റെ ടോപ്പിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല, എനിക്ക് കിട്ടിയില്ല. ഇനി ഇതിൻ്റെ താഴെ താത്ത ഇതേപോലെ കുട്ടികളെ 3 വയസ്സിൻ്റെ കൊടുക്കുമോ 5 വയസ്സിൻ്റെ കൊടുക്കുമോ അങ്ങനെ പറയല്ല കേട്ടോ. വീഡിയോയിൽ എന്താണോ അത്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല കേട്ടോ. അതുപോലെ 2 ടീഷർട്ട് ഉണ്ട് ഇവിടെ, ഇത് കണ്ടോ. ഇതും അന്ന് ഓഫർ സെയിൽ ഇട്ടപ്പം പിക്ക് എടുക്കാൻ വിട്ടതോ ഇവിടെ ബാലൻസ് ആയതോ അങ്ങനെ എന്തോ ആണ്. ഇത് വന്നിട്ട് ഇതിൽ എക്സൽ എന്നുള്ള സൈസൊക്കെ മീഡിയം എന്നുള്ള സൈസാണ്. ഇതിൻ്റെ നീളം വീതിയൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എത്രയാണ് ഉള്ളവർക്ക് പറ്റുന്നത്. ഒരു 5 വയസ്സിനൊക്കെ ഇത് പറ്റും കേട്ടോ. 5 വയസ്സിനൊക്കെ പറ്റും, 4-5 വയസ്സിന് പറ്റും. ഇതിങ്ങനെ കുറച്ച് ലൂസ് മോഡലിൽ വരുന്ന ടൈപ്പാണ്. ഇത് വന്നിട്ട് എക്സൽ. ഇതൊരു 7-8 വയസ്സ് 8 വയസ്സിനൊക്കെ പറ്റും. വലിയൊരു എക്സൽ അല്ല കേട്ടോ. 10 വയസ്സ് കഴിഞ്ഞവർക്കിട്ട് പറ്റില്ല, എന്നാലും നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു വലുപ്പം പോലെ. ഇത് 2 ഒരാൾക്കാണ്ട് കൊടുക്കാം അല്ലേ, അതോ 2 കൊടുക്കണം? ഇത് ഒരാൾക്ക് കൊടുക്കാം, ഇത് 2 ഒരാൾക്കാണ്ട് കൊടുക്കാം കേട്ടോ. കാരണം 50 രൂപ ഷിപ്പിംഗ് ചാർജ് വരും, പിന്നെ നമ്മൾ കൊറിയറിൻ്റെ ഇത് വരും. പിന്നെ അതിന് മാത്രമൊന്നും താത്തായിട്ടില്ല. ഇൻഷാല്ലാ ആവട്ടെ, വാരി കോരി തരുന്നുണ്ട്, തരണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ഇതും ഇതേപോലെ ഇതിന് മുന്നേ കമൻ്റ് ഇട്ടിട്ട് ഉള്ള ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ, ഇടത്തരക്കാരുണ്ടെങ്കിൽ, വാങ്ങാൻ പൈസ ഇല്ലാത്തവരുണ്ടായിട്ടുണ്ടെങ്കിൽ, ഓഫറിട്ട കണ്ടില്ല എൻ്റെ മോൾക്ക് ടീഷർട്ട് കുറവാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ എന്നാൽ ഇത് ഞാൻ അയച്ചുതരാം. എൻ്റെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ആക്കിക്കോളൂ. ഫസ്റ്റ് വന്നവർക്ക് ഇത് കൊടുക്കും കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഫസ്റ്റ് കണ്ടവർ പിന്നീട് കണ്ട് അങ്ങനെ നല്ല എൻ്റെ വീഡിയോ വന്നോടനെ കാണുന്നപ്പോൾ കുറേ ആൾക്കാർ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ആയോന്ന് ഞാൻ അങ്ങനെ ഒന്നും വലിയ സംഭവമായിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു 10 ആൾക്കാർ കമൻറ്റ് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, താത്ത ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് കുറേ പെൺകുട്ടികൾ മെസ്സേജ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഈ വാങ്ങിയ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതേപോലത്തെ വാങ്ങിയ കൂട്ടത്തിൽ കേട്ടോ, ഇതേപോലത്തെ ഉടുപ്പിടാൻ പറ്റിയ കുട്ടികളുണ്ട്. ഇതിങ്ങനെ എൻ്റെ ഫ്രണ്ട് നല്ലോണം സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് അവളെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കിഡ്സ് പെൺകുട്ടികൾക്ക്. അപ്പോൾ അതിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്. വലിയ വിലേൻ്റെ സാധനം ഒന്നല്ല ഇട്ടത്, ഇത് വലിയ വിലേൻ്റെ സാധനം ഒന്നല്ല, പക്ഷെ ഇത് അടിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് മമ്മൂസിനൊക്കെ ഇട്ടെടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ ഈ ടോപ്പോ പിന്നെ നമ്മളെന്താ ഈ 2 ടീഷർട്ടോ അല്ലെങ്കിൽ 2 ബോക്സ് ആയിട്ടോ എടുക്കുന്നവരില്ലേ വീടിൻ്റെ അടുത്തോ അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതാ കാണാൻ നല്ല ഭംഗിയുള്ള ചെത്തെടുപ്പട്ടോ. ബാലവാടിയിലൊക്കെ പോകുമ്പോഴാ, ബാലവാടി പോകുന്ന കുട്ടിയൊക്കെ പറ്റുമോ. ഇതിങ്ങനെ ഒരു മോഡലാണ് കേട്ടോ, വീതിയായിട്ട് നല്ല രീതിയിൽ അവൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച സാധനമാണ്. ഒരു സിൽക്ക് മെറ്റീരിയൽ, ഇത് സിൽക്കാണ് കേട്ടോ. ബാക്കിൽ ഇത് അങ്ങനെ ഒരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഞാനതിൽ വെച്ച് തരാം കേട്ടോ. ഞാൻ ഞാൻ വെറുതെ നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. എനിക്കിന്നൊന്നിനും വയ്യ. ഇന്നലെ കുറേ നെറ്റീസിൻ്റെ ഓർഡേഴ്സൊക്കെ കിട്ടിക്കണമെങ്കിൽ അതൊക്കെ സ്ലിപ്പ് ചെയ്തുണ്ടാക്കണം, ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. പിന്നെ അത് കുറി എടുക്കാനുണ്ട്, പിന്നെ ഒക്കെ പോട്ടെ. ഞാൻ നേരത്തെ പ്രോഫിറ്റിനൊരു കാര്യം, അപ്പോൾ ഒരു പ്രോഫിറ്റിനൊക്കെ ഒരു കാര്യം നിങ്ങൾ സംസാരിച്ചിട്ട് ടീം ഫണ്ട് ഇറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വരെ അവർ ചെയ്തിട്ട് വരെ അവരൊന്നും വിളിക്കാൻ എനിക്ക് ഒഴിവിട്ടിട്ടില്ല. എൻ്റെ ഒരു അവസ്ഥയാണ്. കാരണം അത്രയും തിരക്ക്. പക്ഷെ നെറ്റിമിലൊന്നും വലിയ മാർജിനൊന്നും ഉണ്ടാവില്ല. ഈ ഓഫറിലൊക്കെ നമ്മൾ മുതലിങ്ങോട്ട് കിട്ടുന്നല്ലാണ്ട് എന്നാലും പിന്നെ നമുക്ക് ഫുഡൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതിൻ്റെയൊക്കെ വീട്ടിലെ പണിയും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെ 2-3 ദിവസമായിട്ട് ഇന്നലെയൊക്കെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുകയാണ്. കാരണം മെസ്സേജിന് റിപ്ലൈ തരണ്ടേ. ഇപ്പം തന്നെ ഞാൻ എയർപ്ലെയിൻ മോഡിലിട്ടാണ്. ഇന്നങ്ങനെ പോയി എവിടെയോ എത്തി. 30 മിനിറ്റ് കഴിഞ്ഞിട്ടോ. കുഴപ്പമില്ലാന്നേ, നമുക്കിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. ഇത് കുറച്ചൊക്കെ സംസാരങ്ങൾ വേണ്ടേ. വെറും എന്തെങ്കിലും കിട്ടാണ്ടോ, വിലക്കുറവിൽ മാത്രമേ ഈ താത്ത കിട്ടാണ്ടോ, എനിക്ക് എന്ത് കിട്ടുമോ എന്ന് മാത്രം വിചാരിച്ച് നിൽക്കേണ്ടെന്നേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹമൊക്കെ പങ്കുവെച്ചിട്ടൊക്കെ ഒരു വീടിടാം. പിന്നെ ഡാൻസ് കളിച്ചിട്ടൊന്നും വീടിടാൻ പറ്റുന്ന പ്രായമല്ലല്ലോ ഇപ്പോൾ പിന്നെ പ്രായമൊന്നുമല്ല. ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. പക്ഷേ നമുക്കൊരു മാന്യതയില്ല വെച്ചാൽ മുസ്ലിം എന്ന് ഞാൻ പറയില്ല, മലയാളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മലയാളിക്കൊരു ഇതില്ലേ അല്ലേ, എനിക്ക് അങ്ങനെ ഒരു തോന്നല കേട്ടോ. പിന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒന്നുമില്ല. മോളെ ഡാൻസൊക്കെ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. പിന്നെ മമ്മൂസിൻ്റെ ഷോർട്സ് ഇപ്പോൾ കുറേ ദിവസമായി ഇട്ടിട്ട് പിന്നെ കാണിച്ചപ്പോൾ ഈ ഒരു തിരക്കായിപ്പോയി. വേറെ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നു, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ എന്നാൽ ശരി, ഉറങ്ങായിട്ട് ഒരു ക്ഷീണം വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇന്ന് രാത്രി അഡ്രസ്സുകൾ എഴുതി വെക്കട്ടെ, നാളെ രാവിലെ സാധനം വരും. അപ്പോൾ നാളെ തന്നെ ഇതങ്ങോട്ട് വിടാലോ.
അപ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഇനി എനിക്ക് ഒരു പാൻ കാർഡ് എന്നൊക്കെ കൊണ്ടുപോയി കൊടുത്ത് സെറ്റ് ആക്കണം. അതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഓർഡർ ഇട്ടാണ് ഹോം ഡെലിവറി അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിപ്പോൾ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ടോപ്പുകളൊക്കെ ഓഫർ ഇടാണ്ട് ഈ കുട്ടികളുടെ സാധനങ്ങളൊക്കെ എടുത്തതും ബാക്കിയുള്ളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ, അല്ലാതെ പിന്നെ നമ്മൾ തലയിൽ കയറ്റിച്ചാൽ ശരിയാവില്ല. പിന്നെ ഇപ്പം വന്ന നെറ്റിനൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് ടോപ്സുകൾ ഞാൻ ഇൻഷാ അല്ലാഹ് വേഗം ഇട്ട് തരാം കേട്ടോ. പിന്നെ വേറെ എന്താ, അപ്പം എല്ലാവരോടും എൻ്റെ മുത്തുമണികളോടൊക്കെ എല്ലാവർക്കും 1000 വൈൻഡപ്പ് ചെയ്യാണേ. ബായ്, അസ്സലാമു അലൈക്കും.